ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ അത് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രഭാത ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെകക്കെ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കുകയാണ് കേട്ടോ. അമ്മ, ഞാൻ ഇവിടെ മുട്ട എടുത്ത് പൊരിച്ചോട്ടെ. അതിന് ചോറിനാൻ പോണേ ഇപ്പോൾ? അല്ല, ദോശ കൂട്ടി കഴിക്കാൻ. എന്നാൽ നിൽക്കും, ഞാൻ പൊരിച്ചു തരാം. വേണ്ട, ഞാൻ പൊരിച്ചോളാം. ശരി. അരമണിക്കൂറിനൊക്കെ ശേഷം അത് നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അത് ഒരു മാവ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു അരമുറി സവാള, അതുപോലെ 2 പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതിപ്പോൾ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്താണ്. ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ മുളകൊക്കെ അരയ്ക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അരയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അല്ലാണ്ട് നമ്മളിത് പുളിച്ച് പൊങ്ങാനും നിൽക്കുമൊന്നും വേണ്ട കേട്ടോ. ഇനി ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണയൊക്കെ തൂത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് ഒഴിച്ച് പരത്തി കൊടുക്കുക. കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം മറിച്ചിടുകയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇത് വളരെ നൈസായിട്ടുള്ള ദോശയാണ്, അതുകൊണ്ട് ഒരു വശം വേവിച്ചെടുത്താൽ മതി കേട്ടോ. എനിക്ക് ദോശ തായോ. ദോശ റെഡിയേ. കുഞ്ഞിന് ദോശ റെഡിയായിട്ടോ. ഞാൻ വേഗം കൊണ്ടുക്കോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കി കാണിച്ച ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഇതുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.